ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഇശാ നിസ്കരിച്ചതിന് ശേഷവും ഉറങ്ങിയതിന് ശേഷവുമായിരിക്കണം തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ രാത്രി തീരെ ഉറങ്ങാതെ മുഴുവൻ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. സുജൂദ് ദീർഘിപ്പിക്കുന്നതാണോ അതല്ല ഖിറാഅത്ത് ഓത്ത് ദീർഘിപ്പിക്കുന്നതാണോ നല്ലത് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും നല്ലത് ഓത്ത് ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നമ്മൾ പരാമർശിച്ചു. ഒരൽപ്പം സുന്നത്ത് നിസ്കാരങ്ങളെ കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് എന്നുള്ളത്. രാത്രി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമാണത്. ഇശാ നിസ്കരിച്ചതിന് ശേഷവും ഉറങ്ങിയതിന് ശേഷവുമായിരിക്കണം തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ് തഹജ്ജുദ് ഇല്ല. ഒരാൾ രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് നിന്നാൽ അയാൾക്ക് തഹജ്ജുദ് സുന്നത്തില്ല. തഹജ്ജുദിന് വേണ്ടി അല്പമെങ്കിലും ഉറങ്ങേണ്ടതുണ്ട്. തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം, 4 വേണ്ടവർക്ക് അങ്ങനെ നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാവുന്നതാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ധാരാളം പവിത്രതയുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പവിത്രതയെ വിളിച്ചോതുന്ന നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് ഈ വിശുദ്ധ റമദാനിലൊക്കെ നമുക്ക് ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ്. നമുക്ക് സാധാരണഗതിയിൽ അത്താഴത്തിന് എഴുന്നേൽക്കാറുണ്ട്. നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒരു സുന്നത്താണല്ലോ അത്താഴം കഴിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അത്താഴം കഴിക്കാതെ തന്നെ നോമ്പ് നിൽക്കാൻ സാധിക്കും. എന്നിരുന്നാലും അത്താഴത്തിന് ഉണർന്ന് അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. രാത്രി പകുതിയായതിന് ശേഷം അത്താഴം കഴിച്ചാലാണ് അത് സുന്നത്തായി ഗണിക്കപ്പെടുകയുള്ളൂ. രാത്രി പകുതി പിന്നിടുന്നതിന് മുമ്പ് ഒരാൾ അത്താഴം എന്നുള്ള നിലക്ക് ഭക്ഷണം കഴിച്ചാൽ അത് അത്താഴത്തിന്റെ സുന്നത്ത് ലഭിക്കുകയില്ല. രാത്രി പകുതി പിന്നിട്ടതിന് ശേഷമായിരിക്കണം അത്താഴം കഴിക്കേണ്ടത്. നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ നാം ഒക്കെ അത്താഴത്തിന് ഉണരാറുണ്ട്. ആ ഉണരുന്ന സമയത്ത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വളരെ ലളിതമാണ്. റമദാനിന് ശേഷം അത് തുടർത്തിക്കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ തഹജ്ജുദ് എന്നുള്ളത് വളരെ ലളിതമാണ്. അതേസമയം അതിൻ്റെ പ്രതിഫലം വളരെയധികം വലിയ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പല ഹദീസിലും കാണാം, വസല്ലു വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് തുടങ്ങുന്ന ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. തഹജ്ജുദിനെ പ്രോത്സാഹിപ്പിക്കുന്ന, തഹജ്ജുദിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന ധാരാളം ഹദീസുകൾ നമ്മെ അതിൻ്റെ മഹാത്മ്യം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള കൽപ്പനയുണ്ട്. അതുകൊണ്ട് ആ നിസ്കാരം വളരെയേറെ പവിത്രതയോടുകൂടെ ശ്രേഷ്ഠത മാനിച്ചുകൊണ്ട് നാം നിസ്കരിക്കേണ്ടതുണ്ട്. തഹജ്ജുദ് പതിവായി നിസ്കരിക്കുന്ന ആൾക്ക് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്ത് കൂടെ ആകുന്നു. അതുപോലെ തന്നെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക എന്നുള്ളതും കറാഹത്താണ്. ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ രാത്രി തീരെ ഉറങ്ങാതെ മുഴുവൻ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് രാത്രി അല്പഭാഗം ഉറങ്ങുക, അല്പഭാഗം നിസ്കരിക്കുക എന്നുള്ളതാണ്.
എന്നാൽ ഈ സുന്നത്തിന് വിരുദ്ധമായി തീരെ ഉറക്കൊഴിച്ച് ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനോടുള്ള ഒരു കടപ്പാട് എന്ന നിലക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉറങ്ങേണ്ടതുണ്ട്. ഉറക്കം മനുഷ്യന് അനിവാര്യമായ ഒന്നാണല്ലോ. അതുകൊണ്ട് നാം ഉറങ്ങണം. അതേസമയം ആ ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെയധികം പവിത്രതയുള്ളതാണ്. എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതും വളരെയധികം ശ്രേഷ്ഠതയുള്ളതാകുന്നു. ഹൃദയം നന്നായി കിട്ടാൻ 5 മരുന്നുകളെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായി കാണാം, വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തളറഉ ബിസ്സഹർ വമുജാലസാതുസ് സ്വാലിഹീനൽ ഫുളല. ഹൃദയത്തിന് 5 മരുന്നുകളുണ്ട്. നമ്മുടെ ശരീരത്തിന് രോഗം ബാധിച്ചാൽ നമുക്ക് പല മെഡിസിനുകളും ഉപയോഗിക്കാറുണ്ട്. അതേസമയം നമ്മുടെ കൽബിന് വലിയ വലിയ രോഗങ്ങളുണ്ട്. എന്തെല്ലാമാണ് കൽബിന്റെ രോഗം? ഒന്ന് കിബറാണ്, ഞാൻ വലിയ ആളാണ് എന്നുള്ള അഹങ്കാരത്തിന്റെ ചിന്ത. അത് കൽബിന് ബാധിച്ച ഒരു രോഗമാണ്. അതുപോലെ തന്നെ റിയാ, മറ്റുള്ളവർ കാണാൻ വേണ്ടി നിസ്കരിക്കുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇബാദത്തുകളെ ചെയ്യുക എന്നുള്ള റിയാ കൽബിന്റെ രോഗമാണ്. അങ്ങനെ തുടങ്ങി കൽബിനെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. തെറ്റുകൾ ചെയ്ത് 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 നമ്മുടെയൊക്കെ കൽബ് കറുത്തിരുണ്ടു പോയി. അതുകൊണ്ട് തന്നെ പല ഉപദേശങ്ങളും നമ്മുടെ കൽബിലേക്ക് കടന്നു ചെല്ലുന്നില്ല. വയലുകൾ പലതും കേട്ടു, പക്ഷേ നന്നാകാൻ മനസ്സു വരുന്നില്ല. തെറ്റുകളോടാണ് മനസ്സിന് കൂടുതൽ താല്പര്യം വരുന്നത്. ആ കൽബിന് വലിയ രോഗമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ കൽബിനെ നന്നാക്കിയെടുക്കാൻ 5 മരുന്നുകളുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅന. അതിൽ ഒന്നാമത്തെ മരുന്ന് ഖുർആൻ അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് ധാരാളം ഓതുന്നത് മൂലം നമ്മുടെ കൽബിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അർത്ഥം അറിഞ്ഞു ഓതുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുക. അതേസമയം അർത്ഥമറിയാതെ ഓതിയാലും നമ്മുടെ കൽബിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാലും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അതേസമയം അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ ഓത്തിന് അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കൽബിനെ പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നുമാണ് അർത്ഥമറിഞ്ഞുള്ള ഖുർആൻ പാരായണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലിൽ ബത്നിൽ ഖല, കൽബ് നന്നാകാനുള്ള രണ്ടാമത്തെ മരുന്ന് വയറ് കാലിയാക്കിയിടുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, വയറ് നിറച്ച് എല്ലാ സമയത്തും നടക്കുക എന്നുള്ളത് അത് കൽബിനെ കാഠിന്യമുള്ളതാക്കി തീർക്കും. വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചാൽ ഇബാദത്ത് ചെയ്യുന്നതിനോട് താല്പര്യം കുറയും. അതുകൊണ്ടാണല്ലോ നോമ്പ് നാം ഈ മാസത്തിൽ നോക്കുന്നത് കൊണ്ട്, നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട്, വയറ് പലപ്പോഴും കാലിയായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് നന്മകളോട് താല്പര്യം വരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയം നന്നാവാനുള്ള മരുന്നുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് വയറ് കാലിയാക്കുക എന്നുള്ളത്. അതുകൊണ്ട് നോമ്പല്ലാത്ത കാലത്തും നോമ്പിന് തന്നെ രാത്രിയിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിതമായിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അത് ശരീരത്തിന് ആരോഗ്യത്തിന് കേടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൽബും കേടുവരാൻ അത് കാരണമായി തീരും. ഹൃദയം നന്നാകാനുള്ള മരുന്നുകളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ മരുന്നായി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണുന്നത് വഖിയാമു ലൈലിൻ വത്തളറഉ ബിസ്സഹർ. മൂന്നാമതായി എണ്ണുന്ന മരുന്ന് വഖിയാമു ലൈലിൻ, രാത്രിയിലുള്ള നിസ്കാരമാണ്. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, എല്ലാവരുടെ കണ്ണുകളും അടഞ്ഞു കിടക്കുന്ന സമയത്ത് പാതിരാക്കി എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 റക്അത്താണെങ്കിൽ അങ്ങനെ 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത് അവൻ നന്നായി തീരാനുള്ള ഒരു കാരണമാകുന്നു. അതുപോലെ തന്നെ വത്തളറഉ ബിസ്സഹർ, അത്തായ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ താണുകയാണ് അപേക്ഷിച്ച് വിനയപ്രകടനം നടത്തുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത് കൽബ് നന്നാകാനുള്ള മറ്റൊരു മരുന്നാകുന്നു.
മുജാലസാത്തു സ്വാലിഹീനൽ ഫുദ്ദലാ, കൽബ് നന്നായി കിട്ടാനുള്ള അഞ്ചാമത്തെ മരുന്ന് സ്വാലിഹീങ്ങളായ സച്ചരിതരായ ആളുകളോട് കൂടെ ഇരിക്കുക, അവരോട് കൂട്ടുകൂടുക, അവരുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 5 മരുന്നുകളും നാം പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നമ്മുടെ കൽബ് നന്നായി കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മരുന്നുകളുടെ കൂട്ടത്തിൽ മൂന്നാമതായി നാം എണ്ണിയത് ഖിയാമുൽ ലൈലിൻ, രാത്രി നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. നാലാമതായി എണ്ണിയത് അത്താഴ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് താണുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ 2 മരുന്നുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. രാത്രി ദീർഘനേരം നിസ്കരിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലവും നമ്മുടെ കൽബ് നന്നായി കിട്ടാനുള്ള ഒന്നും ആകുന്നു. നേരത്തെ എഴുന്നേൽക്കുന്നതിന് തന്നെ വലിയ ശ്രേഷ്ഠതയുണ്ട്. അത്തരം ആളുകളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും ഉണ്ടാകും. സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ജീവജാലങ്ങളെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ജീവിതത്തിലെല്ലാം വലിയ ബറക്കത്തുകളാണ്. നോക്കൂ, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ പല കോണുകളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ അവിടെയെല്ലാം ജീവജാലങ്ങളെല്ലാം ആ സമയത്ത് ഉണരുകയാണ്. പക്ഷികളെല്ലാം പലരും സുബ്ഹിക്ക് മുമ്പേ ഉണരുകയാണ്. നമ്മുടെ വീട്ടിലെ കോഴികൾ വരെ സുബ്ഹിക്ക് മുമ്പ് ഉണരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ആടുകൾ, അവർ സുബ്ഹിക്ക് മുമ്പ് ഉണരുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആടുകൾ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഒരു ദിവസം തന്നെ ലോകത്ത് ലക്ഷക്കണക്കിന് ആടുകളെ അറവ് നടത്തുന്നുണ്ട്. അതേസമയം ആട് പ്രസവിക്കുന്നതോ 2 or 3 കുഞ്ഞിനെയാണ് ഒരു പ്രസവത്തിൽ പ്രസവിക്കുന്നത്. ജനനത്തെക്കാൾ കൂടുതൽ മരണം ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്നിട്ട് പോലും ആടുകൾ ലോകത്ത് സുലഭമായി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്തിന് കാരണം അവർ നേരത്തെ ഉണരുന്നു എന്നുള്ളതാണ്. പക്ഷികളും അങ്ങനെ തന്നെയാണ്. നേരത്തെ അവർ ഉണരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ ഉണരുന്നവരാവണം നാം എല്ലാവരും. അതിൽ വലിയ ബറക്കത്തിനെ കാണാൻ സാധിക്കും. അത് അവിശ്വാസികളെ എടുത്തു നോക്കിയാലും നേരത്തെ ഉണരുന്നവരിൽ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ ആരോഗ്യവുമൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. വലിയ ബറക്കത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളായ നാം എല്ലാവരും നേരത്തെ എഴുന്നേൽക്കണം. സുബ്ഹിക്ക് മുമ്പേ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ ഒരു നിസ്കാരത്തിന്റെ മഹാത്മ്യം, ശ്രേഷ്ഠത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിസ്കരിക്കുക. 2 റക്അത്ത് ആണെങ്കിൽ 2 റക്അത്ത്, അതിനേക്കാൾ വർദ്ധിപ്പിക്കണമെങ്കിൽ തഹജ്ജുദിന്റെ നിയ്യത്തോടുകൂടെ തന്നെ അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിലും വിരോധമില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദിനെ പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് എത്രയും ദീർഘിപ്പിച്ച് നിസ്കരിക്കാം. തഹജ്ജുദ് ഒരുപാട് റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. 2 റക്അത്ത് ആണെങ്കിൽ ആ 2 റക്അത്ത് ദീർഘനേരം അതിൽ സൂറത്തുകൾ ഓതി, ഖിറാഅത്തുകൾ ദീർഘിപ്പിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന വലിയ സൂറത്തുകളൊക്കെ ഓതി നിസ്കരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സുജൂദ് നമുക്ക് എത്രയും ദീർഘിപ്പിക്കാം. സുജൂദ് ദീർഘിപ്പിക്കുന്നതാണോ അതല്ല ഖിറാഅത്ത് ഓത്ത് ദീർഘിപ്പിക്കുന്നതാണോ നല്ലത് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും നല്ലത് ഓത്ത് ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. ഖിറാഅത്ത് ദീർഘിപ്പിക്കുക, ദീർഘമായ സൂറത്തുകൾ ഓതിയിട്ട് രാത്രി നിസ്കരിക്കുക. സുജൂദും നമുക്ക് എത്രയും ദീർഘിപ്പിക്കാവുന്നതാണ്. സുജൂദും റുകൂഉം ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫർളുകളാണ്. അതേസമയം സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, എഴുത്തിദാല് എന്നീ ഫർളുകളൊന്നും ദീർഘനേരം ദീർഘിപ്പിക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞ ദിക്റുകൾ മാത്രമേ അവിടെ ചൊല്ലാൻ പറ്റുകയുള്ളൂ. അതേസമയം സുജൂദും റുകൂഉം അങ്ങനെയല്ല. അവിടെ നമുക്ക് തസ്ബീഹ് എത്രയും ചൊല്ലാം, മറ്റു ദിക്റുകൾ ചൊല്ലാം, പ്രാർത്ഥനകൾ നടത്താം. ഇതൊക്കെ നമുക്ക് സുജൂദിൽ അനുവദനീയമാണ്, റുകൂഇലും അനുവദനീയമാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇമാമായി നിസ്കരിക്കുമ്പോൾ അത്ര തന്നെ നീട്ടാൻ പറ്റില്ല. ഏതായിരുന്നാലും
തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് ദീർഘനേരം നിസ്കരിക്കുക എന്നുള്ളത് വളരെയധികം പവിത്രതയുള്ള കാര്യമാകുന്നു, വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നിസ്കാരമാണ് തഹജ്ജുദ് എന്നുള്ളത്. പതിവാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ട്. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി നാം ഇഹ്റാം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമുക്ക് അത് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യാത്രക്ക് വേണ്ടി സുന്നത്ത് നിസ്കാരമുണ്ട്. നാം ഒരു ദീർഘയാത്ര നടത്തുകയാണ്, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിക്കാഹിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. നിക്കാഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമാണ്. ഈ സുന്നത്ത് നിസ്കാരം പുതിയാപ്പിളക്ക് സൗജിനും അതുപോലെ തന്നെ പെണ്ണിന്റെ രക്ഷിതാവിനുമാണ് സുന്നത്തുള്ളത്. ഭാര്യക്ക് പെണ്ണിന് ഈ നിസ്കാരം സുന്നത്തില്ല. നിക്കാഹിന്റെ ആ കാർമ്മികത്വത്തിൽ ഏർപ്പെടുന്ന വലിയും, അതായത് പെണ്ണിന്റെ രക്ഷിതാവും വരനും ആണ് ഈ സുന്നത്ത് നിസ്കാരം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വരനും അതുപോലെ തന്നെ പെണ്ണിനെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പിതാവും വലിയും രക്ഷിതാവും ഈ ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്താണ്. അത് യാത്ര എന്ന ഉദ്ദേശത്തോടു കൂടെയല്ല, ജോലിക്ക് പോവുകയാണ്, എന്നിരുന്നാലും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിലൊന്നാണ് തവാഫ്. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിർവഹിക്കാനുള്ള നിസ്കാരമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കി കഴിഞ്ഞാൽ അവിടെ സുന്നത്ത് നിസ്കാരം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാരൻ തിരിച്ച് വീട്ടിൽ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ യാത്രക്കാരൻ യാത്ര പോയിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തിറങ്ങിയാൽ അവിടെയും സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മധുവിധു കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ആദ്യ രാത്രിയിൽ അവർ പ്രത്യേകം സുന്നത്ത് നിസ്കാരം നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. തൗബക്ക് മുമ്പും തൗബ ചെയ്യുന്നതിന് ശേഷവും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളമാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ഖളാ ആയാൽ അത് ഖളാ വീട്ടലും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം അതിനെയും ഖളാ വീട്ടൽ പ്രത്യേകം സുന്നത്തുണ്ട്. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ഒരാൾ പതിവായി നിസ്കരിക്കുന്നു, പതിവായി എന്നും രാത്രി നിശ്ചിത എണ്ണം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പതിവായി എന്നും ളുഹാ സമയത്ത് ളുഹാ നിസ്കാരത്തിന് പുറമെ സുന്നത്ത് നിസ്കരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു, ഖളാ ആയി നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ അത് ഖളാ വീട്ടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഇതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, ചില സുന്നത്ത് നിസ്കാരങ്ങൾ മറ്റു ചില സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രവേശിക്കുന്നതാണ്. അതായത് മഖ്സൂദായ സുന്നത്ത് നിസ്കാരം, പ്രത്യേകം ലക്ഷ്യം വെക്കപ്പെടുന്ന, പ്രത്യേകം ഉദ്ദേശിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരമുണ്ട്. ഉദാഹരണം ളുഹ, അത് ആ സമയത്ത് തന്നെ നിർവഹിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിത്ർ, ഇത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രവേശിക്കുകയില്ല. മറ്റു സുന്നത്ത് നിസ്കാരങ്ങളോട് കൂടെ അത് നിസ്കരിക്കാൻ പറ്റില്ല. അതേസമയം പ്രത്യേകം മഖ്സൂദ് അല്ലാത്ത ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം
ആ നിസ്കാരം തന്നെ വേണം എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന നിസ്കാരമല്ല, മഖ്സൂദായ സുന്നത്ത് നിസ്കാരമല്ല. പള്ളിയിൽ പ്രവേശിച്ചാൽ ഏതെങ്കിലും ഒരു 2 റക്അത്ത് ഉണ്ടായാൽ മതി എന്ന നിലക്കാണ് തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉള്ളത്. തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മറ്റു നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതാണ്. ഉദാഹരണം, ഒരാൾ അസർ നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി. ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് റവാത്തിബുണ്ട്. റവാത്തിബ് മഖ്സൂദായ പ്രത്യേകം ഉദ്ദേശിക്കപ്പെടേണ്ട നിസ്കാരമാണ്. ആ റവാത്തിബിനോട് കൂടെ തഹിയ്യത്തിന്റെ നിസ്കാരം അയാൾക്ക് കരുതാവുന്നതാണ്. റവാത്തിബിൽ തഹിയ്യത്ത് നിസ്കാരം പ്രവേശിക്കും. അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും മഖ്സൂദല്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. വുളൂഇന്റെ ശേഷം നിസ്കാരം ഏതെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് വുളൂഇന്റെ ശേഷമുള്ള നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ച് വുളൂ എടുത്തു പള്ളിയിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ, റവാത്തിബ് നിസ്കരിക്കുകയാണ് എങ്കിൽ, ആ റവാത്തിബിനോടുകൂടെ തഹിയ്യത്തും അയാൾക്ക് കരുതാം. അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും കരുതാവുന്നതാണ്. പ്രത്യേകം നിസ്കരിക്കണം എന്നില്ല. അങ്ങനെ നിസ്കരിച്ചാൽ വളരെ നല്ലത്. അതേസമയം ഈ ഒരൊറ്റ നിയ്യത്തിൽ, ഒരൊറ്റ നിസ്കാരത്തിൽ ഈ 3 നിസ്കാരവും നമുക്ക് ലഭിക്കും. റവാത്തിബ് നിസ്കാരത്തോടുകൂടെ തഹിയ്യത്തിന്റെ നിസ്കാരവും കരുതാം. അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും കരുതാം. അപ്പോൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബിനോടുകൂടെ തഹിയ്യത്തിന്റെ 2 റക്അത്തും വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്തും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കാൻ കരുതി എന്ന നിയ്യത്തോടുകൂടെ നിസ്കരിക്കുകയാണ് എങ്കിൽ ഈ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് ഈ 3 നിസ്കാരവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നാം നിസ്കരിക്കുകയാണ് എങ്കിൽ ഈ 3 നിസ്കാരത്തിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. നിയ്യത്ത് വെച്ചാലാണ് തഹിയ്യത്തിന്റെയും അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെയും ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേസമയം നിയ്യത്ത് ഇല്ല എങ്കിലോ, പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ഒരാൾ തഹിയ്യത്ത് നിസ്കരിച്ചു, റവാത്തിബ് നിസ്കരിച്ചു, എന്നാൽ തഹിയ്യത്തും അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും ഒക്കെ അവനോട് ഈ 2 നിസ്കാരം നിസ്കരിക്കണം എന്നുള്ളൊരു കൽപ്പന, ആ കൽപ്പനയിൽ നിന്ന് അവൻ ഒഴിവാകും. അവന്റെ ആ ഒരു സുന്നത്തായ ബാധ്യതയിൽ നിന്ന് അവൻ ഒഴിവാകും. അതേസമയം ഇതിന്റെ പ്രതിഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തോടു കൂടെ അവൻ തഹിയ്യത്തിനെയും അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്തിനെയും കരുതേണ്ടതുണ്ട്. കരുതിയാൽ മാത്രമാണ് ആ പ്രതിഫലം ലഭിക്കുന്നത്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ തന്നെ വലിയ പെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പിന്നെ ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ സൂര്യഗ്രഹണ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം മഴ തേടുന്ന നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം വിത്ർ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബാക്കിയുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം തറാവീഹാണ്. അത് കഴിഞ്ഞാൽ ളുഹാ നിസ്കാരമാണ്. പിന്നെ ശ്രേഷ്ഠമായത് ഏതെങ്കിലും പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്ന നിസ്കാരം, അതായത് പള്ളിയിൽ പ്രവേശിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണല്ലോ തഹിയ്യത്ത്. ഇഹ്റാമുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം. തവാഫുമായി ബന്ധപ്പെട്ടതാണല്ലോ തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്ന സുന്നത്ത് നിസ്കാരമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇങ്ങനെയാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ ക്രമീകരണം ഉള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് തറാവീഹ് എന്നുള്ള നിസ്കാരത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. റമദാനാകുമ്പോൾ പല ആളുകളും റവാത്തിബ് തറാവീഹ് നിസ്കരിക്കാറുണ്ട്. മിക്ക ആളുകളും നിസ്കരിക്കും. പക്ഷെ അവർ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള റവാത്തിബ് പലപ്പോഴും നഷ്ടപ്പെടുത്താറുണ്ട്. ഇശാ നിസ്കാര ശേഷം അവര് ഒന്നുകിൽ അവിടെ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നവർ അവർ പുറത്തുപോയിരിക്കും. എന്നിട്ട് തറാവീഹ് തുടങ്ങുന്ന സമയത്ത് വീണ്ടും പള്ളിയിലേക്ക് കയറി വരും, തറാവീഹ് നിസ്കരിക്കും. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം നിസ്കരിക്കുന്ന തറാവീഹിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇശാഹിന്റെ ശേഷമുള്ള
2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് അതൊരിക്കലും നാം പാഴാക്കിക്കൂടാ, നാം നഷ്ടപ്പെടുത്തിക്കൂടാ. തറാവീഹിനെ തന്നെ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇൻഷാ അല്ലാഹ് തറാവീഹിന്റെ മഹത്വം നമുക്ക് പറയാം. വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. എന്നാൽ ആ തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മുന്നിലുള്ളത് റവാത്തിബാണ് എങ്കിൽ ഇശാഇന്റെ മുമ്പുള്ള റവാത്തിബും മറ്റുള്ള റവാത്തിബുകളും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനെ. നാളെ പരലോകത്ത് ഉപകാരമുള്ള കർമ്മമായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹു ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.